കാണുന്ന ലാഘവമായിരിക്കില്ല പലപ്പോഴും നമ്മെ കാത്തിരിക്കുന്നത്. ലക്ഷ്യത്തിന്റെ പാതയിൽ നമ്മെ തേടിയെത്തുന്നത് പ്രതിസന്ധികളായിരിക്കും. അത് എങ്ങനെ തരണം ചെയ്യണം എന്നറിയാതെ നാം പതറിപ്പോകുന്ന നിമിഷങ്ങൾ. കൈപിടിച്ച് നടത്തുമെന്ന് കരുതിയവർ കൈവിട്ടു എന്ന് വന്നേക്കാം. പിടി വഴുതിപ്പോകുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടായേക്കാം. സർവശക്തിയും സംഭരിച്ച് തിരികെ കയറുവാൻ നാം പരിശ്രമിക്കണം. അവിടെ നമ്മുടെ പരിമിതികളെക്കുറിച്ചോ ദുർബലതകളെക്കുറിച്ചോ ഒരു നിമിഷം പോലും ചിന്തിക്കരുത്. നമ്മെ കാത്ത് നമ്മുടെ അവസരം മുകൾ പരപ്പിലുണ്ടെന്ന തീവ്ര ചിന്തയോടെ കഠിനാധ്വാനം ചെയ്യണം. അതിനായി സർവകരുത്തും പുറത്തെടുക്കണം. എന്നാലും ചിലപ്പോൾ വീണ്ടും വഴുതിപ്പോയേക്കാം. വീണ്ടും പരിശ്രമിക്കണം. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കണം. നേരിയ പിടിവള്ളികളിൽ പോലും വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു പോകണം. തൊട്ടില്ല എന്ന അവസ്ഥയിലെത്തുമ്പോൾ ചുണ്ടോടടുത്ത കപ്പ് നിലത്ത് വീണുടയും പോലെ നാം വീണ്ടും കീഴേക്ക് പോയേക്കാം. പതനത്തിന്റെ ഭീകരതയിലൂടെ ഇനിയൊരു തിരിച്ചു കയറ്റമില്ല എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ തളരരുത്. നമുക്കായി ആഴങ്ങളിൽ ഒരു തുരുത്തുണ്ടായിരിക്കും. അവിടെ ചവിട്ടി നിന്ന് നമ്മുടെ കരുത്ത് വർദ്ധിപ്പിച്ച് മുന്നോട്ട് തന്നെ കയറണം. ലക്ഷ്യത്തിലേക്ക് ഇനിയും ബഹുദൂരമുണ്ട് എന്നോർത്ത് തളരരുത്. എനിക്കത് നേടിയെടുക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളിലുണ്ടാകാവൂ. അത് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കും. ഒരിക്കൽ വഴുക്കി വീണ പാതയിലൂടെ ഉറച്ച ചുവടുകളോടെ മുന്നോട്ട് കയറാൻ നിങ്ങൾക്കത് പ്രേരക ശക്തിയാക്കും. തളർന്ന കൈയും കാലുകളുമായിരിക്കാം നിങ്ങൾക്കുള്ളത്. എന്നാൽ നിരാശയിലേക്ക് കൂപ്പുകുത്താത്ത ലക്ഷ്യബോധമുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഒടുവിൽ നിങ്ങളുടെ വിജയപീഠത്തിലെത്തിച്ചേരുമ്പോൾ നിങ്ങൾ സർവ്വ തളർച്ചകളും മറന്ന് ആനന്ദിക്കും. അതെ, നിരാശയില്ലാതെ പൊരുതുന്നവന് വേണ്ടിയിട്ടാണ് വിജയം കാത്തിരിക്കുന്നത്.